ഹലോ, ഇന്ന് ഞാൻ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആട്ടോ റെഡിയാക്കി എടുക്കുന്നത്. പൊതുവേ നമ്മൾ സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാത്ത ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഹെഡിങ്ങിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ചേരുവയാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇങ്ങനത്തെ റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ ഒരു 3 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്രേറ്റർ എടുക്കാം. ഇത് വെച്ചിട്ട് നല്ല തിന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ 3 ഞാൻ ഇതുപോലെ നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കിംഗ് പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ആ ഒരു പച്ചമണം പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പച്ചമണം നല്ലോണം കളയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്വീറ്റ് കഴിക്കുന്ന സമയത്ത് പൊട്ടാറ്റോ വെച്ചിട്ട് ചെയ്തതാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഈ ഒരു 3 പൊട്ടാറ്റോന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കൂട്ടത്തിൽ ഒരു 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായി പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക കൈവച്ചിട്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് ആയി കിട്ടും. പഞ്ചസാര വെള്ളത്തിലേക്ക് നന്നായിട്ട് പൊട്ടാറ്റോ കുതിർന്ന് ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി വേണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവസാനം ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാലിട്ടിട്ട് ഇത് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്വീറ്റിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പാലൊക്കെ വറ്റിയിട്ട് ഇതുപോലെ പൊട്ടാറ്റോ നല്ല പോലെ വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുറത്തുനിന്ന് വാങ്ങിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവിയെടുത്തതിന് ശേഷം പാനിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കളറൊന്നും മാറാതെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ നനവുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചൂടാറിയതിന് ശേഷം അത് കംപ്ലീറ്റ് അങ്ങ് പോയിക്കോളും. ഇപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണേ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം, എല്ലാം ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട്. ചെറിയ ചൂടോടെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിന്നൊരു പകുതി ഭാഗം നമ്മളങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 പാർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാർട്ടിലേക്ക് ഞാൻ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കേക്കിലൊക്കെ മിക്സ് ചെയ്യുന്ന മാജിക് റെഡ് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഡ്രോപ്പ് അത്ര ഇട്ടിച്ച് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. കളറിൽ ചെയ്യുമ്പോൾ ആയിരിക്കും കാണാനൊരു ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ 2 കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തിൽ കളർ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോയിൽ പേപ്പറിലേക്ക് ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഫോയിൽ പേപ്പർ തന്നെ വേണമെന്നില്ല, ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കവറോ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. തിന്നായി പരത്തുമ്പോൾ മുറിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഈ ഒരു രീതിയിൽ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ വൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം, അത് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യാം, മറ്റേ ഭാഗവും വെച്ചിട്ട് കവർ ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 10 മിനിറ്റ് മതി. വീഡിയോ ആകുമ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാവും, പക്ഷെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു 10 മിനിറ്റ് അത്രയും വേണ്ട കേട്ടോ.
പിന്നെ ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. 1 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഫോയിൽ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കുക. അതിനുശേഷം സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും പറയില്ല പൊട്ടാറ്റോ കൊണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്നും അങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല കൂടുതൽ പേരും. ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതുപോലെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്